ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. മധുരമുള്ള ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അത് തരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പാലല്ലേ, അതിൻ്റെ പകുതി പാൽ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ലഡുവാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറാണ്. ഇതൊരു കളറിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇത് ഇടണമെന്നില്ല, ഇത് ഓപ്ഷനലാണ്. നമ്മുടെ കയ്യിലുള്ള പാലും തരിയും വെച്ച് തന്നെ നമുക്ക് ഒരു ലഡു ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പകുതി തരിയാണ്. ഒരു ഗ്ലാസിൻ്റെ പകുതി തരി വെച്ചിട്ടാണ് ഞാൻ ലഡു ഉണ്ടാക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ടേ തരി ഇട്ട് കൊടുക്കാൻ പറ്റൂ. തരിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. വേഗം കട്ട പിടിക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെയായിട്ടേ തരി ഇട്ട് കൊടുക്കാൻ പറ്റൂ. ഇപ്പം നമ്മളെ തരിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ടേ. കുട്ടികൾക്കൊക്കെ ലഡുവാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കടയിൽ പോയി വാങ്ങണ്ട. നമ്മളെ വീട്ടിൽ തന്നെ തരിയും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മിൽമ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോ അതിൻ്റെ പകുതിയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 1/2 ഗ്ലാസിൻ്റെ പകുതി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാനിപ്പോൾ 5 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തേ. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ നമുക്ക് 5 സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലോണം അലിയിച്ചെടുക്കാം. നമ്മൾ ഗുലാബ് ജാമെല്ലാം ഉണ്ടാക്കുമ്പോൾ ആക്കുന്ന അതേ ഒരു ഇതിലാണ് നമുക്ക് എടുക്കേണ്ടത് പഞ്ചസാര ഇട്ട വെള്ളം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം നമുക്കിത് നമ്മളെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓഫ് ചെയ്തതിന് ശേഷം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ മെല്ലനെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ പഞ്ചസാര സീറായിട്ടുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അതിൻ്റെ ഒരു ലെവലിലാണ് ഇത് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ എല്ലാ ബോൾസും നമ്മളെ പഞ്ചാര സീറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ ഈ പഞ്ചാര സീറിൽ തന്നെ നമുക്കിത് ഇട്ട് വെക്കണം. എന്നാലേ നമ്മളെ ഈ ഉണ്ടയും പഞ്ചാര സീറിലെല്ലാം മധുരമൊക്കെ മിക്സായി വരും. കുറച്ച് സമയം ഇതിലേക്ക് തന്നെ ഇട്ട് വെക്കണം. അത്രയും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടായത്. കുട്ടികൾക്കൊക്കെയും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഈ പഞ്ചാര സീറും ഉണ്ടയും ഒന്നിച്ച് തന്നെ നമ്മൾ ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതുപോലെ വെറൈറ്റി വീഡിയോ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.